കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ സീനിയർ കൗൺസിലറായിരിക്കുകയാണ് ലിസി പോൾ. 5-ാം വാർഡിൽ നിന്ന് 5-ാം വട്ടവും വിജയിച്ചാണ് ലിസി പോൾ ഇത്തവണ കൗൺസിലറായത്. ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതിന്റെ ഫലമാണ് തന്റെ തുടർച്ചയായ വിജയമെന്ന് ലിസി പോൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ 5-ാം വാർഡ് അത് ലിസി പോളിനുള്ളതാണ്. LDF-ൽ ആയിരുന്നപ്പോഴും UDF-ൽ ആയിരുന്നപ്പോഴും ഇതിൽ മാറ്റമുണ്ടായില്ല. 5 തവണ ഒരേ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന അപൂർവ നേട്ടത്തിനുടമയാണ് ലിസി പോൾ. വനിതാ സംവരണം ആയിരുന്നപ്പോഴെന്ന പോലെ ജനറൽ വാർഡ് ആയിരുന്നപ്പോഴും വാർഡിലെ ജനങ്ങൾ ലിസി പോളിനെ കൈവിട്ടില്ല. ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചതാണ് തന്റെ വിജയത്തിന്റെ കാതലെന്ന് ലിസി പോൾ. 2005 തുടങ്ങി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന് 2005 ഈ വാർഡിൽ മത്സരിക്കാനിറങ്ങി. നല്ലൊരു ജനപിന്തുണയോടുകൂടി വിജയിച്ചു. ഓരോ വർഷവും പിന്നീട് ഈ വാർഡിൽ തന്നെ ഈ കാലമത്രയും മത്സരിച്ച് ജയിച്ചു പോന്നു. കഴിഞ്ഞ പ്രാവശ്യം ജനറൽ വാർഡിലാണ് നിന്നത്. എന്നിട്ടും ജനങ്ങൾ എന്നെ കൈവിട്ടില്ല. അതിൽ ഞാൻ വിജയിച്ചു വന്നു. ഇത്തവണ എല്ലാവരുടെയും സഹകരണത്തോടെ ഞാൻ വീണ്ടും നഗരസഭയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തി. പൂർവാധിക ഭംഗിയായിട്ട് നല്ല രീതിയിൽ വാർഡ് എനിക്ക് ഓരോ ടൈമിലും കൊണ്ടുനടക്കാൻ സാധിച്ചു. അതിൻ്റേതായ മെച്ചപ്പെട്ട ഒരു അവസ്ഥ എനിക്ക് വാർഡിൽ നിന്ന് നല്ലൊരു പ്രതികരണം, നല്ല രീതിയിൽ എന്നെ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പരിശ്രമിച്ചു. അതോടൊപ്പം ഈ തവണയും എല്ലാവരും സഹകരണം ഉണ്ടായി. ഇത്തവണത്തെ കൗൺസിലർമാരിൽ ഏറ്റവും സീനിയർ ലിസി പോളാണ്. 2005-ലാണ് ലിസി പോളിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അതിനുശേഷമുള്ള 5-ാമത്തെ തെരഞ്ഞെടുപ്പിനെയാണ് ഇത്തവണ നേരിട്ടത്. ആദ്യകാലങ്ങളിൽ CPI-കാരിയായിരുന്നു. പിന്നീട് അവർ കേരള കോൺഗ്രസിലെത്തി. പാർട്ടിയും മുന്നണിയും മാറിയപ്പോഴും പുതിയ എതിരാളികൾ വന്നപ്പോഴും 5-ാം വാർഡുകാർക്ക് ലിസി പോളിനെ മതിയായിരുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ലിസി പോൾ വ്യക്തമാക്കി. 5 വർഷക്കാലം എനിക്ക് വികസന പ്രവർത്തനങ്ങൾ അധികം നടത്താൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ LDF-ൻ്റെ ഭരണമായിരുന്നു. വേണ്ടത്ര ഫണ്ട് നമുക്ക് കിട്ടിയില്ല. വേറെ MLA ഫണ്ടിൽ നിന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ UDF ഭരണത്തിൽ കയറിയാൽ എനിക്ക് എൻ്റെ വാർഡിൻ്റെ നാനാവിധ റോഡുകളുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും. പോരായ്മകളെല്ലാം നികത്തി നല്ല രീതിയിൽ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്ത് വികസന പ്രവർത്തനം ജനങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നോ ആ വികസന പ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനം എനിക്ക് തീർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ കാലത്തെ പോലെയല്ല UDF-ആണ് ഭരണത്തിൽ വരുന്നത്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. LDF-ലെ സെല്ല മാത്യുവിനെയാണ് ലിസി പോൾ ഇത്തവണ പരാജയപ്പെടുത്തിയത്. വാർഡിന്റെ പുനർവിഭജനം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ ലിസി പോളിന് കൂടുതൽ കടുത്ത മത്സരം ഇത്തവണ അതിജീവിക്കേണ്ടി വന്നിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.